സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാലിക്കടവ് മുതൽ നമ്മുടെ നീലേശ്വരം പള്ളിക്കര വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സുഹൃത്തുക്കളെ, കാസർഗോഡ് ജില്ലയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഈ കാലിക്കടവ് ഭാഗം. ഈ ചെറിയ ഒരു തോടുണ്ടല്ലോ, പുഴ പോലത്തെ, അവിടെ നിന്നാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കണ്ട, ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികളാണ്. ആ ബ്രിഡ്ജിൻ്റെ രണ്ടാമത്തെ ഒരു ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കമ്പി കെട്ടുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കാണാൻ സാധിക്കും. ഇപ്പോൾ കുറേയായി ഇവിടെ തുടങ്ങിയിട്ട് പ്രവർത്തികൾ ഉണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഈ ചെറിയൊരു പാലത്തിൻ്റെ. ബാക്കി പിന്നെ കാലിക്കട അണ്ടർപാസിൻ്റെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ്. അപ്പോൾ അതും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ണ് ഫില്ലിങ് പ്രവർത്തികളും പിന്നെ കംപ്രഷൻ ചെയ്യുന്ന പ്രവർത്തികളും നടക്കുന്നുണ്ട് കാണും. ബാക്കിയുള്ള ഭാഗത്ത് ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞതാണ്, കുറച്ച് ഭാഗം. കാലിക്കടവ് ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വശത്ത് ഇപ്പം ഏകദേശം 3 RE പാനൽ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്താനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഈ സൈഡ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ സൈഡ് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ തൃക്കരിപ്പൂര് പോകുന്ന വഴിയും കൂടിയാണിത്. കാഞ്ഞങ്ങാട് ഭാഗത്തേക്കാണ് ഇത് ഇടതുവശത്തെ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട, ഇവിടെ ഏകദേശം ഒരു 3 RE പാനലിൻ്റെ ഹൈറ്റിന് മണ്ണ് ഫില്ല് ചെയ്യാൻ ഇനിയുണ്ട് ഇവിടെ. എന്നിട്ട് എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് നടക്കാനുണ്ട് ഇവിടെ. അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത്. ഞാൻ അങ്ങോട്ട് അന്ന് കുറച്ച് പ്രവർത്തികൾ നടക്കാനുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇവിടെ എല്ലാം മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികളും ഫ്രിക്ഷൻ സ്ലാബ് ഇൻസ്റ്റാളേഷൻ പ്രവർത്തികളും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ നേരത്തെ കോൺക്രീറ്റ് വാള് കെട്ടാൻ ബാക്കിയുണ്ടായ ഭാഗമാണിത്. അപ്പോൾ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത്. ഇനി സർവീസ് റോഡ് ഇത് വഴി ഇനി ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാണാം, എന്താ ഇവിടെ കുറച്ചും കൂടി ഇവിടെ വർക്ക് നടക്കാനുണ്ട്. ഇപ്പം സർവീസ് റോഡ് ഇപ്പോൾ ഇതിലെ ഇങ്ങനെയാണ് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് അറിയില്ല. ഹൈറ്റിലായിരിക്കും വരുന്നത് മുകളിലേക്ക്. അപ്പോൾ ഇപ്പോഴത്തെ ഏകദേശം റീറ്റൈൻ വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ റീറ്റൈൻ വാളിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞാൽ പിന്നെ മണ്ണ് ഫില്ല് ചെയ്തിട്ടായിരിക്കും അവിടെ സർവീസ് റോഡ് നിർമ്മാണം നടക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പിലിക്കോട് അണ്ടർപാസ്സാണ് നോക്കാനുള്ളത്. അപ്പം പിലിക്കോട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പിലിക്കോട് അണ്ടർപാസിൻ്റെ എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് നോക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന്. ഇപ്പോൾ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞ് അടുത്ത് തന്നെ ഇനിയിപ്പോൾ വാഹനങ്ങൾ ഇതിൽ വഴി തിരിച്ചു വിടാൻ സാധ്യതയുണ്ട്. എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് ഇനി നടക്കാനുണ്ട് ഇവിടെ. അത് കാലിക്കട അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണിത് കാണുന്നത്. ഇവിടെ എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലേ ഈ വഴി ഓപ്പൺ ചെയ്യുകയുള്ളൂ. അങ്ങനെ കാണാം, ഇതൊരു എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് നടക്കാനുണ്ട്. ഇപ്പുറത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ആ വർക്ക് മാത്രമാണുള്ളത്. 2 വശത്തും എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് നടക്കാനുണ്ട്.
സുഹൃത്തുക്കളെ, പിലിക്കോട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിലിക്കോട് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട്. റോഡും അണ്ടർപാസും തമ്മിൽ യോജിപ്പിക്കുന്ന കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ അണ്ടർപാസും ഈ കോൺക്രീറ്റ് ഭാഗവും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഇനി ജോയിൻ്റ് വർക്ക് ചെയ്യാനുള്ളത്. കാണാൻ സാധിക്കും. ഈ ഭാഗം ജോയിൻ്റ് വർക്ക് ചെയ്യാനുണ്ട്. ഇതും കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പൺ കൊടുക്കുമായിരിക്കും. ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അങ്ങനെ രണ്ട് വശത്തും അതേ വർക്കാണ് ഇനി നടക്കാനുള്ളത്. രണ്ട് വശത്തും ഒരേ വർക്കാണ് നടക്കാനുള്ളത്. ബാക്കിയുള്ള ഭാഗം നോക്കാൻ ഇനിയാണ് നമ്മളെ ചെറുവത്തൂർ മട്ടലായി കുന്ന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് മണ്ണിടിച്ചിലുണ്ടായിട്ട് അപകടം ഉണ്ടായത്. 3 പേര് അപകടത്തിൽപ്പെട്ട് അതിൽ ഒരാൾ മരണപ്പെട്ടു, 2 പേര് രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അവിടെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ആ മണ്ണിടിഞ്ഞ ഭാഗം പോലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു ചെറുതല്ല, ഒരു വലിയ കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് റീറ്റേൺ വാൾ കെട്ടി മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റീറ്റേൺ വാൾ കെട്ടിയ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇതെവിടെയും പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കുറച്ചും കൂടി റീറ്റേൺ വാൾ കെട്ടാനുണ്ട് ഇങ്ങോട്ടേക്ക്. ഈ ഭാഗത്തും അങ്ങനെ തന്നെ ഉണ്ട്. കുറച്ചും കൂടി നമ്മുടെ ഇതിൻ്റെ അടുക്ക് അപകടം ഉണ്ടായ ചെറുവത്തൂർ മട്ടലായി കുന്നിൽ മണ്ണെടുത്ത് അശാസ്ത്രീയമായിട്ട് ഇത് അന്നേ പറയുന്നതാണ്. അശാസ്ത്രീയമായിട്ടാണ് ഇവർ മണ്ണെടുക്കുന്നുള്ളത്. ആരും ചെവി കണ്ടിട്ട്. അപ്പോൾ ഒരു അപകടം തന്നിട്ടാകുമ്പോൾ എല്ലാവരും എത്തി അടുക്ക്. അതിന് മുമ്പ് ആരുമില്ല. പിന്നെ ഇവർ പ്രോപ്പറായിട്ട് ഈ ഭാഗത്തൊന്നും സോയിൽ നെയിൽ പ്രവൃത്തികൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ സോയിൽ പ്രവൃത്തികളൊന്നും കാര്യമില്ല. കാരണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മണ്ണ്, ഈ ഒരു തരം സൈസ് മണ്ണാണ്, ചേടി മണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം പ്രവൃത്തികളൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെയാണ് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ടായത്. ആ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ടായ. ശാസ്ത്രമായിട്ടാണ് ഇവർ മണ്ണെടുത്തത് ഈ ഭാഗത്ത്. ഈ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. അങ്ങനെ ഒരു തൊഴിലാളി മരിക്കുകയും 2 പേർക്ക് പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തെല്ലാം ഫുള്ള് ചേടി മണ്ണാണ്, അതില്ലാത്ത മണ്ണാണ് ഇവിടെ ഈ ഭാഗത്തെല്ലാം ഉള്ളത്. ഇപ്പം നമുക്ക് കയ്യോട് JCB ആവശ്യമില്ല, നമുക്ക് കയ്യോട് ജസ്റ്റ് മാന്തിയാൽ തന്നെ അതൊരു മണ്ണാണ്. ജസ്റ്റ് കളികളി നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ മണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ചെറിയൊരു ഇതില്ല, ഇവിടെ ഉറപ്പ് കിട്ടിയില്ല. അങ്ങനത്തതാണ് ഇവിടെ ഇട്ട മണ്ണാണ് ഇടിഞ്ഞിട്ട് വീണത്. ഇത് മുന്നേ ഇട്ട് വെച്ച മണ്ണാണത്, കുറച്ച് ഭാഗം ഇട്ട് വെച്ച മണ്ണാണത്. ആ മണ്ണിൻ്റെ ഇപ്പുറത്തുനിന്നാണ് ഇടിഞ്ഞു വീണത്. ആ മണ്ണും ബാക്കിയുള്ള കുറച്ച് മണ്ണും ഇതാണ്. ഇത് മുന്നത്തെ മണ്ണ് ഇവിടെ ഉള്ളത് കേട്ടാ. ഫുള്ള് വെള്ളം അങ്ങനെ മയക്കതായിട്ട് അങ്ങനെ ഇടിഞ്ഞു വീണ് നോക്കിയാ. ഈ കുറച്ച് ഭാഗം കോൺക്രീറ്റ് വാളിൻ്റെ ചെയ്യാനുള്ള ഭാഗമാണ് അവിടെ നിന്നാണ് ഇടിഞ്ഞു വീണ് നോക്കിയാ. അപ്പം അങ്ങനെ മരിച്ച ആൾക്കൊരു 5 ലക്ഷം ഉറുപ്പ്യൻ്റെ അടുത്ത് എന്തോ കൊടുത്തിനാന്ന് കമ്പനി. പിന്നെ അവരുടെ നാട്ടിലേക്ക് അതിൻ്റെ
അവരെ ബോഡി നാട്ടിലേക്ക് അയച്ചതും കമ്പനി തന്നെയാണ്. പക്ഷേ 5 ലക്ഷം ഒന്നും വലിയൊരു ഇതൊന്നുമല്ല, സഹായമൊന്നുമല്ല എനിക്ക് തോന്നുന്നു. ഇത്ര വലിയ കമ്പനിയാണ്. ഓക്കെ, എങ്ങനെയാണ് എടുത്ത ഇതുള്ള ഇപ്പോൾ ഈടെ പണി നിർത്തി വെച്ചിട്ടാന്ന് പറഞ്ഞിട്ടത്. ബാക്കി അപ്പുറം ഇപ്പുറമുള്ള വർക്ക് നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ചെറുവത്തൂർ ടൗണിൽ നിന്ന് ചീമേനി പോകുന്ന വഴിയാണ് നേരത്തെ ഉണ്ടായിരുന്ന പഴയ നാഷണൽ ഹൈവേ ഇതുവഴിയായിരുന്നു കടന്ന് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പം അതിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മഴ വരുമ്പോൾ ഇനി എത്ര മണ്ണിടിച്ചിലിവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് സോയിൽ നെയിൽ ചെയ്തിട്ടില്ല, ഇവിടെ നിന്ന് വലിയ പ്രോപ്പർ സോയിൽ നെയിൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് സിമെൻറ്റ് ജസ്റ്റ് സ്പ്രേ ചെയ്ത് വെച്ചതേ ഉള്ളൂ. അതാണ് പിന്നെ അത് മണ്ണിടിച്ചിലുണ്ടാകാൻ കാരണം. ഈ ഭാഗത്ത് തന്നെ ഈ സർവീസ് റോഡ് വരുന്നത്. ഇപ്പോൾ ഇവരെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് കലക്ടർ, പക്ഷേ വർക്ക് ഇവിടെ നടക്കുന്ന ഇതായിട്ട് കാണുന്നുണ്ട്. എനിവേ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊരു മിനി ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ടാറിങ് പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ ടാറിങ് പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറുവത്തൂർ പടന്ന ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ ഒരു വശത്തെ സ്പാൻഡ് വർക്ക്, കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്തെ ഗർഡറുകൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അതിന് അപ്രോച്ച് റോഡിന് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊരു ഗർഡറും കൂടി ഈ ഭാഗത്ത് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ 4 ഗർഡർ സെറ്റ് ചെയ്ത് ഒന്നും കൂടി സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്, കാണാൻ സാധിക്കും. ട്രെയിലറിൻ്റെ മുകളിൽ അത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ രാത്രി ആയിരിക്കും പ്രവൃത്തി നടക്കുക. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ റീടൈൻ വാളിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചെറുവത്തൂർ പടന്ന ജംഗ്ഷൻ്റെ ദൃശ്യങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേണ്ട അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ഗർഡറുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളാണ് നടക്കുന്നുള്ളത്. അപ്പം ഒന്നും കൂടി വെച്ചാൽ ബാക്കിയുള്ള പണി തീരും. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഒരു അണ്ടർപാസ് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഒരു അണ്ടർപാസ്സാണ്, ഒരു ഓട്ടോറിക്ഷ ഒരു വശത്തേക്ക് മാത്രം പോവും, പിന്നെ ബൈക്ക് ഒക്കെ നടന്നു പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കത് ഉപകാരമായി. ഇല്ലെങ്കിൽ അങ്ങ് മറ്റേ ഭാഗം ചുറ്റിയിട്ടാണ് കറങ്ങിയിട്ടാണ് ആ ഭാഗത്തേക്ക് എത്തേണ്ടത്. ഇതാണ് ചെറുവത്തൂർ ഭാഗത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിങ് പ്രവൃത്തികൾ ഈ സൈഡ് കഴിഞ്ഞതായിട്ട് കാണാം. അതേപോലെ തന്നെ ചെറിയൊരു അണ്ടർപാസിയുടെ അപ്രൂവൽ കഴിഞ്ഞ് അപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാം, ചെറിയൊരു അണ്ടർപാസ്സാണ്. ഒരു ഓട്ടോ ബൈക്ക് നടന്നു പോകാനുള്ള അങ്ങനെയുള്ള ഒരു അണ്ടർപാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടിരുന്ന പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നേരത്തെ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതുവഴി കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് മാത്രമാണ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂവൽപ്പള്ളി മുതൽ ചെറുവത്തൂർ പഴയ നാഷണൽ ഹൈവേ കൂടിയാണ് കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളത്. അപ്പോൾ ചെറുവത്തൂർ ജംഗ്ഷനിൽ നിന്ന് ടൗണിൽ നിന്ന് നേരിട്ട് പടന്ന പോകുന്ന അതുവഴി റോഡ് വഴിയാണിപ്പോൾ അതുവഴി കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളത്.
ഈ ഭാഗത്ത് നേരത്തെ ബാക്കിയുണ്ടായിരുന്ന ആ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. നമ്മൾ വീരമലക്കുന്ന് ഭാഗത്തെ ദൃശ്യങ്ങളാണ് പോകേണ്ടത്. വീരമലക്കുന്നും അങ്ങനെ തന്നെ മണ്ണിടിച്ചൽ ഭീഷണിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ മഴ വന്നാൽ നല്ല മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ ഡ്രോണ് അത്ര രീതിയിൽ പറക്കുന്നതില്ല. സുഹൃത്തുക്കളെ, വീരമലക്കുന്ന് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ പോകുന്ന ഭാഗമാണ് ഇതാ ഈ കാണുന്നത്. കാരണം അവിടെ ചെറിയൊരു മണ്ണ് ഇളകി നിന്നിട്ടുണ്ട്. കാണുമോ എന്നറിയില്ല. കണ്ടോ, ഒരു പൊട്ട് പോലെ കാണുന്നുണ്ടാ. ഈ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല. ഈ പൊട്ട് പോലെ കാണുന്ന ഭാഗം ഇനി ഇളകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അഥവാ അത് വീണാൽ ചിലപ്പം ഈ കെട്ടിയ റീറ്റൈൻ വാളുണ്ട്, കോൺക്രീറ്റ് വാളും, അതും സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഒരു തോന്നലാണ്. പക്ഷെ അങ്ങനത്തെ മണ്ണാണ് ഇവിടെ ഉള്ളത്. അത്രയും ഒരു ഉറപ്പില്ലാത്തൊരു മണ്ണാണ് ഇവിടെ ഉള്ളത്. ഇതേപോലെ ഫുള്ള് ചേടി മണ്ണാണ്. മുകളിലത്തെ മണ്ണ് ഉറപ്പുണ്ട്, നല്ല ഉറപ്പുണ്ട്. പക്ഷെ താഴത്തെ മണ്ണിന് തീരെ ഉറപ്പില്ല. കാരണം മുകളിൽ നിന്ന് ഫുള്ള് ഈ വെള്ളം ഉണ്ടല്ലോ താഴേക്ക് താഴ്ന്നിട്ടിട്ട് താഴ്ന്ന ശേഷം പിന്നെ ഈ മണ്ണ് കുതിർന്നിട്ടാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത് കൂടുതലും. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഇത് വളരെ ഡേഞ്ചർ. അവിടെ ഓൾറെഡി മണ്ണ് മുകളിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് കാണാം, അതാവത്തണ്ട വെള്ളം ഓൾറെഡി മണ്ണിടിഞ്ഞിട്ടുള്ള ഭാഗമാണത്. ഇനി ആ ഭാഗത്തും ഇനി മണ്ണിടിച്ചിലുണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. നമ്മൾ വീരമലക്കുന്ന് ഭാഗത്തെ ദൃശ്യങ്ങളിലേക്കാണ് പോകാനുള്ളത്. ഇതാണ് നമ്മുടെ വീരമലക്കുന്ന് ഭാഗം. ഇടതുവശത്ത് കുറച്ച് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതണ്ട വീരമലക്കുന്ന് വേണ്ട, ചെറിയ റീറ്റാണ് വാള്. മലയാണെങ്കിലും ഇത്ര വലിയ മല. ഇവിടെ ഈ ഭാഗത്ത് ഇനിയും മണ്ണിടിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഭാഗത്ത് കാണിച്ചു തരാം. ക്യാമറയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണുന്നില്ല, നമുക്ക് കണ്ണിൽ കാണുന്നുള്ളൂ. ഈ ഭാഗം കണ്ട പൊട്ട് പൂട്ട് കണ്ടതാ. ഈ ഭാഗത്തായിരിക്കും അടുത്ത മണ്ണിടിച്ചിൽ ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. ഈ ഭാഗം വളരെ ഡേഞ്ചറിലാന്നുള്ളത് ഈ ഭാഗം. വേണ്ട, ഈ ഭാഗമാണ് അടുത്ത മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലുള്ള ഭാഗം. പൊട്ട് വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മഴ പെയ്താൽ ആ മണ്ണ് അങ്ങനെ ഇടിഞ്ഞു വീഴും. നിങ്ങൾ വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ ഇത് ഞാൻ പറഞ്ഞത്. വേണ്ട, ആ മണ്ണ് ഇടിച്ചിലുണ്ടായാൽ ഈ റീട്ടേൺ വാള് അങ്ങനെ തന്നെ റോഡിലേക്ക് വരും പൊട്ടിയിട്ട്. അങ്ങനെയുള്ള ചാൻസാണ് ഞങ്ങൾക്ക് കാണുന്നുള്ളത്. അതേപോലെ ഇത് ഇപ്പോഴേ അവർ നിർത്തിയിട്ട് തട്ടാക്കി കൊടുന്നാൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഇനിയുള്ള ഭാഗം ഇതാണ് വളരെ ഡേഞ്ചർ.
ഇനി വളരെ ഡേഞ്ചർ ഭാഗത്ത് ഇതാണ്. ഇതും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇളകി നിന്നിട്ടുണ്ട് മണ്ണ്. അത് എപ്പം താഴേക്ക് വരും എന്നറിയില്ല. അല്ല, ഈ ഭാഗം കൂടി ഇളകി നിന്നിട്ടുണ്ട്. ഇതെപ്പോൾ താഴേക്ക് പോകുമെന്നറിയില്ല. ഇനി ഒരു മഴ പെയ്താൽ അങ്ങനെ തന്നെ താഴേക്കെത്തും. അപ്പോൾ ആ മഴ ഇതിവിടെ ഇതായില്ല, റീട്ടേൺ വാള് വീഴില്ല. കാരണം തന്നെ അവിടെ മണ്ണ് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് അവർ. മണ്ണ് ഫില്ലാക്കാണ്ട് വെച്ച സ്ഥലമാണ് പിന്നീട് അത് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന റീട്ടേൺ വാള് പൊളിയാൻ കാരണമാവും. അപ്പോൾ ഇതെന്താവുന്ന പറഞ്ഞാൽ ഈ മണ്ണ് ഇടിഞ്ഞാൽ അങ്ങനെ തന്നെ മണ്ണ് റോട്ടിലേക്ക് വീഴാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നോക്കാം. നിങ്ങൾക്ക് ഇതന്നെ കാണിച്ചിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് പോകേണ്ടത് മായിച്ച പാലത്തിൻ്റെ പൈലിംഗ് ജോലികൾ എന്തായി നോക്കാം. നമുക്ക് വീരമലക്കുന്നിൻ്റെ രണ്ടാമത്തെ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള ഭാഗം കൂടിയാണിത്. ഇവിടെ വേണ്ട, ഇപ്പോൾ ഓൾറെഡി മണ്ണ് ഇപ്പോൾ ഇങ്ങനെ ഇളകി നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് സമയത്തും മഴ പെയ്ത് മണ്ണ് കുതിർത്താൽ ഏത് സമയം മണ്ണിടിച്ചൽ ഉണ്ടാവാൻ സാധ്യത വളരെ ചാൻസ് ആണ് ഇവിടെ. പക്ഷേ ഇത് മണ്ണിടിച്ചിലുണ്ടായെങ്കിൽ റീടൈൻ വാള് പൊളിയാൻ സാധ്യതയില്ല. കാരണം അവിടെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞ മണ്ണ് ഫുള്ള് റോഡിലേക്കായിരിക്കും വീഴുക. വീടെല്ലാം പ്രവർത്തികൾ നടക്കുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഇതിവിടെ റോഡ് ഉണ്ടാക്കുന്നുണ്ട് ഈ വശത്തേക്ക്. മയിച്ച പാലത്തിൻ്റെ പൈലിംഗ് ജോലികൾ നല്ല പുരോഗമിക്കുന്നുണ്ട് കാണാം. ഇപ്പോൾ പുഴ ഓൾറെഡി ബന്ധാക്കി വെച്ചിട്ടാണുള്ളത്. പുഴ പ്രശ്നമില്ല ബന്ധാക്കി വെച്ചാൽ. ഇത് ഒരു മറ്റേ പുഴ ഉണ്ടല്ലോ അപ്പുറത്തെ പുഴയിൽ നിന്നുള്ള ഒരു വാൽ കഷ്ണമാണിത്. അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. മയിച്ച രണ്ടാമത്തെ പാലത്തിൻ്റെ പൈലിംഗ് ജോലികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 3 പിയറോട് കൂടിയ പാലമാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം താൽക്കാലികമായിട്ട് മയിച്ച പുഴ ഓഫ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ കാര്യങ്കോട് പുഴയിൽ നിന്നുള്ള ഒരു ചെറിയൊരു ദിശ മാറി ഒഴുകുന്ന പുഴയും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരില്ല ഇവിടെ വെള്ളത്തിൻ്റെ. ഇങ്ങനെയാണ് ഇവിടെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെല്ലാം റീടേൺ വാള് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്താൽ ഇതെല്ലാം നിർത്തും. അങ്ങനെ വെള്ളം ഈ കുഴിയിലൊക്കെ നിറഞ്ഞിട്ട് അപ്പോൾ ആ പണി നടക്കൂല അവർക്ക്. അപ്പോൾ ആ ചാൻസിൽ അവർക്ക് കുറച്ച് ദിവസം കൂടി സമയം കിട്ടും. അങ്ങനെ നമ്മൾ കാര്യങ്കോട് എത്താനായിട്ടുണ്ട്. കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന രണ്ടാമത്തെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും നല്ല പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4 സ്പാൻഡ് ഗർഡർ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു പൈലിംഗ് ക്യാപ്പിൻ്റെ പ്രവൃത്തികളാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പം എപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണാൻ സാധിക്കും. അപ്പം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ജോലി തീർന്നാൽ ഇത് പാലും ഇല്ല മഴ 2-3 ദിവസം കഴിഞ്ഞാൽ നല്ല മഴയാണ്. ശക്തമായ മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എങ്ങനെ മണ്ണെടുത്ത് ഇവിടുന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം ഗർഡറുകൾ സെറ്റ് ചെയ്താൽ അവർക്ക് നല്ലതാണ്. അത്രയും പെട്ടെന്ന് എടുത്ത പണി തീർന്നാൽ അത്രയും നല്ലത് അവർക്ക്. കാര്യങ്കോട് പുഴക്ക് കുറുകെ നിർമ്മിക്കുന്ന രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാറുണ്ടോ. അപ്പം കിഴക്ക് ഭാഗത്തെല്ലാം നല്ല മഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാം കേരളത്തിൽ മഴ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം കാര്യങ്കോട് പാലത്തിൻ്റെ 4ഓളം സ്പാൻഡ് ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്.
അഞ്ചാമത്തെ സ്പാനിൻ്റെ ഇടയിലുള്ള പിയറിൻ്റെ വർക്ക്, വൈൽ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വലിയ എത്രയോ വീതിയിൽ കാണാം. ഏകദേശം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വീതിയിലാണുള്ളത്. ഇത്രയും വീതിയിലൂടെ ഇത്രയും ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, ഇത്ര ഏകദേശം 15-20 മീറ്ററോളം വീതി നീളത്തിലും ഒരു 10 മീറ്റർ വീതിയിലാണ് ഈ പൈപ്പ് ക്യാബിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാത്രം അത്രയും വീതിയിലുള്ളത് എന്താണെന്നറിയില്ല, ഇത്രയല്ല വീതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിയറിൻ്റെ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴ നല്ലോണം, അതായത് കാലവർഷം നല്ലോണം കൂടുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഗമെല്ലാം വർക്ക് കഴിഞ്ഞാലേ ഗർഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റൂ. കാരണം എന്നുണ്ടെങ്കിൽ മഴ പെയ്താൽ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഗർഡർ കൊണ്ടുവരുന്നത് വളരെ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അപ്രോച്ച് സ്ലാബിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇപ്പം മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള കാര്യങ്കോട് പാലത്തിന് മുകളിൽ നിന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേട്ടാ, എന്താ രസമല്ലേ, സൂപ്പർ വ്യൂ. അങ്ങനെ നമ്മൾ കാര്യങ്കോട് പാലവും കഴിഞ്ഞ് പള്ളിക്കര മേൽപ്പാലത്തിലേക്ക്, അതായത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്ന ഭാഗം കൂടിയാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ.